ഹായ് ഫ്രണ്ട്സ്, ജെ ഫാമിലി വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. നമുക്ക് കർക്കിടകത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ കർണാടകത്തിൽ കേട്ടോ, ഇവിടെ ഉണ്ടോ ഇല്ലെന്ന് എനിക്ക് അറിയില്ല, ഞാൻ കണ്ടിട്ടുമില്ല. ഞാൻ അതിൻ്റെ തൈയൊക്കെ കൊണ്ട് നട്ടു, എനിക്കിവിടെ പിടിച്ചിട്ടുമില്ല കേട്ടോ. ഞാൻ അവിടെ നിന്ന് കഴിച്ചിട്ടുള്ള ഒരു ഓർമ്മയിൽ ഉണ്ടാക്കുന്ന ഒരു കർക്കിടകത്തിൽ കഴിക്കാൻ പറ്റിയ ഒരു മരുന്നാണ് കേട്ടോ. അന്നേരം നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഇതാണ് കേട്ടോ ആ ഇല. നമ്മുടെ ഇവിടെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല, കർണാടകത്തിൽ മാത്രമേ ഞാൻ ഈ ഇല കണ്ടിട്ടുള്ളൂ. ഞാൻ ചെറുതായിരുന്നപ്പോൾ തൊട്ട് എൻ്റെ വീട്ടിൽ സ്ഥിരം കർക്കിടകം 18 മാത്രം ഉണ്ടാക്കുന്ന ഒരു മരുന്നാണ് കേട്ടോ. കർക്കിടകത്തിൽ കഴിക്കാൻ പറ്റിയ നല്ലൊരു കർക്കിടക മരുന്ന്. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വീട്ടിലുണ്ടാവും. അന്നത്തെ ദിവസം കർക്കിടകം 18 അന്ന് എല്ലാവരും വന്ന് ആ വീട്ടിൽ നിന്ന് കൊണ്ടുപോയി എല്ലാ വീട്ടിലും ഒരേപോലെ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് കർക്കിടകത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ. ഇതിന് പറയുന്നത് ആട്ടിപ്പായസം എന്നാണ് കേട്ടോ. എല്ലാ വീട്ടിലും അന്നത്തെ ദിവസം ഉണ്ടാവും. അന്നത്തെ ദിവസം അവർ ആ ആട്ടിപ്പായസം എല്ലാവരും കഴിക്കും കേട്ടോ. ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. ഓണം കഴുകി ഇതാ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. വേവിച്ച് വരുന്ന ശേഷം ഈ കളറാവും കേട്ടോ, നല്ല വയലറ്റ് കളറാവും. ഇതാണ് കറക്റ്റ് കളർ കേട്ടോ. ഈ ഒരു കളർ കിട്ടിയാൽ മാത്രമേ ആ ഒരു മരുന്ന് കഞ്ഞിക്ക് ആ ഒരു അതേപോലെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അന്നേരം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. പച്ചരി ഇതാ, നമുക്ക് ആവശ്യത്തിനുള്ള ക്വാണ്ടിറ്റിക്കുള്ള പച്ചരി കഴുകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് തേങ്ങ ചിരകി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടി ഞാൻ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഈ ഒരു കളർ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ കളർ കുറച്ചും കൂടി ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചപ്പ് വേണം കേട്ടോ. ചപ്പ് നല്ലോണം തിളപ്പിച്ചെടുക്കണം. തിളപ്പിച്ചെടുത്താലാണ് ആ ഒരു അതേ സെയിം കളർ കിട്ടുള്ളൂ. ശരിക്കും ഇതൊരു വയലറ്റ് കളറായിരിക്കും ചോറുണ്ടാവുക. നമുക്ക് നോക്കി നോക്കാം ആ കളർ കിട്ടുമോ ഇല്ലേ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ നമുക്ക് എന്തായാലും ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കൊരു 5 വിസിലാവുന്നവരെ വേവിച്ചെടുക്കാം. വേകുന്ന സമയം കൊണ്ട് നമുക്ക് അതിലേക്കുള്ള വെല്ലം നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഞാനൊരു 3 കഷ്ണം വെല്ലം എടുത്തിട്ടുള്ളൂ കേട്ടോ. അതൊന്ന് നമുക്ക് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാവേ. എന്നെ ആ ചപ്പ് ചതിച്ച്, ഞാൻ ഉദ്ദേശിച്ച കളർ ഇതല്ല കേട്ടോ. എനിക്കിതാ ഈ ഒരു കളറാണ് കിട്ടിയത്. ശരിക്കും നല്ലൊരു വയലറ്റ് കളറാണ്. പക്ഷെ ഞാൻ ആ വെള്ളം തിളപ്പിച്ച സമയത്ത് ആ വെള്ളം നല്ല വയലറ്റ് ആയിരുന്നു. പിന്നെ എനിക്കൊരു അബദ്ധം പറ്റി. കാരണം വെച്ചാൽ കർക്കിടകം 18 അത് ആ തിളപ്പിച്ചിട്ട് ഉണ്ടാക്കുക. ഞാൻ എന്ത് ചെയ്തു, മടി കാരണം പിന്നെ ചെറിയൊരു വയ്യാഴിക ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ആ ഫ്രിഡ്ജിൽ കയറ്റി വെച്ച് ഇന്ന് തിളപ്പിച്ച സമയത്ത് ആ കളർ കിട്ടിയില്ല കേട്ടോ. സാരമില്ല, എന്നാലും നമുക്ക് എന്താക്കുക, കിട്ടിയ കളർ കിട്ടിയിട്ടുണ്ടല്ലോ, നമുക്ക് അത് വെച്ചിട്ട് തന്നെ ഉണ്ടാക്കാം കേട്ടോ. ഇതിലേക്ക് നേരത്തെ വെള്ളം തിളപ്പിച്ച് വെച്ചില്ലായിരുന്നു, അതും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം ഒന്ന് ആ വെള്ളത്തിൻ്റെ ആ ഒരു മധുരം ഈ ചോറിലേക്ക് പിടിക്കട്ടെ കേട്ടോ. പക്ഷേ ആ കളർ കിട്ടിയില്ലെങ്കിലും ടേസ്റ്റ് സെയിം ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഞാൻ കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കി, ആ മരുന്നിൻ്റെ ആ ഒരു ടേസ്റ്റ് തന്നെ വരുന്നുണ്ട്. ഇനി ഇതൊന്ന് നല്ലോണം ഒന്ന് കുറുകി വരട്ടെ. ആ നേരം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള നെയ്യ് ഒഴിച്ചിട്ട് നമുക്ക് അതിൽ തേങ്ങാക്കൊത്തൊക്കെ വറുത്തെടുക്കാം. അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ ഇടുന്നവരുണ്ട്. എൻ്റെ അടുത്ത് അതൊന്നുമില്ല, ഞാൻ തേങ്ങാക്കൊത്ത് മാത്രമാണ് വറുത്തിടുന്നത്. ഒഴിച്ചിതാ തേങ്ങാക്കൊത്ത് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് നെയ്യ് ഞാൻ ആ ചോറിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിനി നല്ലോണം മുരിഞ്ഞ് വന്നിട്ട് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങ വറുത്തതും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനി നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ആ സെയിം കളർ കിട്ടാത്തതുകൊണ്ട് വിഷമമൊന്നുമില്ല, എന്നാലും ചെറിയൊരു സങ്കടം ഉണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഞാൻ നിങ്ങൾക്ക് ആ ഒരു ഇത് കാണിച്ചു തരണമെന്ന് എനിക്ക് നല്ലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എന്നെ ഇങ്ങനെ ചതിക്കുമെന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ സാരമില്ല. പക്ഷെ ടേസ്റ്റ് അപാരം തന്നെയാണ് കേട്ടോ. ആ കളർ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റ് അടിപൊളിയാണ്. കർക്കിടകത്തിൽ ഞാൻ അങ്ങനെ മരുന്ന് കഴിക്കുന്ന ഒരു വ്യക്തിയൊന്നുമല്ല. പക്ഷെ ഈ ഒരു സാധനം എല്ലാ കൊല്ലവും കഴിക്കാറുണ്ട്. കിട്ടുന്ന സമയത്ത് ആരെങ്കിലും കൊണ്ടു തരുന്ന സമയത്ത് ഞാൻ ഈ ചപ്പ് കിട്ടുന്ന സമയത്ത് കഴിക്കാറുണ്ട് കേട്ടോ. ഈ ഒരു മരുന്ന് തന്നെ മതി, അങ്ങനെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. കർണാടകത്തിൽ എല്ലാവരും ഇത് മുടങ്ങാണ്ട് എല്ലാ കൊല്ലവും അവർ കഴിക്കാറുണ്ട്. വേറൊരു മരുന്നും അവർ ഞാൻ കഴിക്കുന്ന കണ്ടിട്ടുമില്ല കേട്ടോ. ഈ ഒരു മരുന്ന് അവർ മുടങ്ങാണ്ട് കഴിക്കാറുണ്ട്. അന്നേരം ഇതിനി കുറച്ച് തണുക്കട്ടെ കേട്ടോ. ഇനി നമുക്ക് തണുത്തതിന് ശേഷം നമുക്ക് കഴിക്കാം കേട്ടോ. ചൂടോട് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് കഴിക്കാം. പക്ഷേ എനിക്ക് ഇച്ചിരി തണുത്താലാണ് ഇഷ്ടമുള്ളത്. പിന്നെ ഈ മരുന്നൊക്കെ കഴിച്ചിട്ടുള്ളവർ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ എനിക്ക് ആ കളർ കാണിച്ചു തരാൻ പറ്റിയില്ല, അതെൻ്റെ മിസ്റ്റേക്ക്. പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതേപോലെ തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.